ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ റമി. സോ ഇന്ന് നമ്മൾ എങ്ങനെയാണ് വീട്ടിലിരുന്നുകൊണ്ട് ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡിൽ ഫ്രഞ്ച് നെയിൽസ് ചെയ്യാൻ പോകുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ദിസ് വീഡിയോ ഇസ് എക്സ്ക്ലൂസീവ്ലി ഫോർ ബിഗിനേഴ്സ് ബിക്കോസ് ഇവിടെ ഒരു അഡ്വാൻസ്ഡ് ടൂൾസും യൂസ് ചെയ്യുന്നില്ല. ബേസിക് ടൂൾസ് മാത്രം വെച്ചിട്ടാണ് നമ്മളിവിടെ ഫ്രഞ്ച് നെയിൽസ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾക്കിപ്പോൾ എൻ്റെ നെയിൽസ് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഞാനൊരു 1.5 month ബാക്ക് ഓൾറെഡി ജെൽ നെയിൽ പോളിഷ് ചെയ്തതാണ്. അപ്പോൾ ഇറ്റ്സ് ടൈം ടു റിമൂവ്. ഫ്രഞ്ച് നെയിൽസ് ചെയ്യുമ്പോൾ കുറച്ച് ഷോർട്ടർ നെയിൽസ് ആണ് എപ്പോഴും നല്ലത്. സോ ഫസ്റ്റ് വി ഹാവ് ടു റിമൂവ് ദിസ് തിങ്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. നമുക്കിവിടെ ഒരു ബേസ് കോട്ട് വേണം, ഒരു ടോപ്പ് കോട്ട് വേണം, പിന്നെ 2 ജെൽ നെയിൽ പോളിഷ് വേണം. ഒരു കളർ കുറച്ചും കൂടെ ലൈറ്ററും ഒരെണ്ണം ഡാർക്കറുമായിട്ടാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ വേണ്ടത് നമുക്ക് 2 നെയിൽ ഫയൽസ് ആണ്. ഇതിൽ ഒരു നെയിൽ ഫയൽ കുറച്ചും കൂടെ ഹാർഡർ ആൻഡ് റഫാണ്, ഒരെണ്ണം കുറച്ചുകൂടെ സോഫ്റ്റ് ആണ്. ഇതൊരു ക്യൂട്ടിക്കൽ പുഷറാണ്. ആൻഡ് ഫൈനലി ഒരു നെയിൽ കട്ടർ. ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് വേണ്ടത്. സോ ഞാനിവിടെ നെയിൽ കട്ടർ യൂസ് ചെയ്തിട്ട് ഫസ്റ്റ് എൻ്റെ നെയിൽസ് കട്ട് ചെയ്തു. ഞാൻ പ്രിഫർ ചെയ്യുന്നത് സ്ക്വയർ ഷേപ്പാണ്, അതുകൊണ്ട് ഞാൻ എല്ലാ നെയിൽസും സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത്. ആഫ്റ്റർ ദാറ്റ് നെയിൽസ് ഫയൽ ചെയ്യാം. ഞാനിവിടെ ഹാർഡായിട്ടുള്ള നെയിൽ ഫയലാണ് യൂസ് ചെയ്യുന്നത്. നെയിൽ ഫയൽ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ നെയിൽസ് പൊട്ടിപ്പോവാതെ സൂക്ഷിക്കണം. സോ നമ്മൾ ഈ നെയിൽ ഫയൽ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരേ ഡിറക്ഷനിൽ തന്നെ നെയിൽസ് ഫയൽ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. സോ നമുക്ക് നെയിൽസ് പൊട്ടിപ്പോകുന്നത് അത് പ്രിവെൻറ്റ് ചെയ്യും. പതുക്കെ ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണിത്. ഈ പ്രോസസ്സ് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി കട്ട് ചെയ്തിട്ടുള്ള നെയിൽസിൻ്റെ എഡ്ജെല്ലാം നല്ല സ്മൂത്താവും. നമുക്ക് വേണ്ട ഷേപ്പ് ഏതാണോ ആ ഷേപ്പിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നെയിൽ ഫയൽ ചെയ്യാം. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ എല്ലാ ഫിംഗേഴ്സിലും ഞാൻ നെയിൽ ഫയൽ ചെയ്തു, എഡ്ജ് സ്മൂത്ത് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് സെയിം നെയിൽ ഫയൽ കൊണ്ട് തന്നെ നമ്മൾ ക്യൂട്ടിക്കലിന് അഡ്ജസൻ്റ് ആയിട്ടുള്ള നെയിൽ ബെഡ് ഒന്ന് ഫയൽ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ നെയിൽസിന് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു കേർവി അല്ലെങ്കിൽ ഒരു കുറച്ച് സർക്കുലാർ പോലത്തെ ഒരു ഷേപ്പ് കിട്ടും. ഈ ഷേപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ നെയിൽസൊക്കെ അപ്ലൈ ചെയ്താൽ നെയിൽസ് എല്ലാം കുറച്ച് ഇങ്ങനെ റൗണ്ടായി ഒരു പാരറ്റ് ബീക്ക് പോലെ ഇരിക്കില്ല. അങ്ങനെ ഇരിക്കണമെങ്കിൽ നമ്മുടെ നെയിൽസ് ഇതുപോലെ നമ്മൾ ചെയ്യണം. ഇങ്ങനെ ഫയൽ ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് ഒരു ക്യൂട്ടിക്കിൾ പുഷർ യൂസ് ചെയ്ത് ക്യൂട്ടിക്കിൾസ് നമുക്ക് നല്ല രീതിക്ക് പുഷ് ചെയ്ത് കൊടുക്കാം. ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത് നെയിൽ ബെഡിന് ചുറ്റും കാണുന്ന ഒരു ലെയർ ഓഫ് ഡെഡ് സ്കിന്നിൻ്റെ ലെയറാണ്. അതായത് നെയിൽ ബെഡിന് ചുറ്റും വളരെ തിന്നായിട്ടുള്ള ഒരു ഡെഡ് സ്കിന്നിൻ്റെ ലെയർ നമുക്ക് കാണാൻ പറ്റും. അതാണ് നമ്മൾ പുഷ് ചെയ്ത് കൊടുക്കുന്നത്. യൂഷ്വലി സലൂണിനാണ് ഇപ്പോൾ നമ്മൾ മാനിക്യൂർ ചെയ്യുന്നതെങ്കിൽ അവർ യൂഷ്വലി ഈ ലെയർ കട്ട് ചെയ്ത് കളയും. ഞാനിവിടെ കട്ട് ചെയ്ത് കളയുന്നില്ല, ജസ്റ്റ് പുഷ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. പുഷ് ചെയ്ത് കൊടുത്താൽ തന്നെ നമ്മുടെ നെയിൽസ് ഭയങ്കര ഡിഫൈൻ ആയിട്ട് നമുക്ക് തോന്നും. അതിനുശേഷം ഈ സോഫ്റ്റ് ആയിട്ടുള്ള നെയിൽ ഫയൽസ് യൂസ് ചെയ്ത് നമുക്ക് നെയിൽ സർഫസ് ഒന്ന് റഫ് ആക്കി എടുക്കാം. ബിക്കോസ് നെയിൽ സർഫസ് റഫ് ആയാൽ മാത്രമേ നമുക്ക് ജെൽ നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു ഗ്ലോസി നെയിൽസിൽ ഒരിക്കലും നമ്മൾ അപ്ലൈ ചെയ്യില്ല. ഗ്ലോസി നെയിൽസിൽ ജെൽ നെയിൽ പോളിഷ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ലാസ്റ്റ് ചെയ്യില്ല. സോ ഇനി നമുക്ക് ബേസ് കോട്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ബേസ് കോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ടത് ബേസ് കോട്ട് എപ്പോഴും ഒരു തിൻ ലെയർ ആയിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. ആൻഡ് അപ്ലൈ ചെയ്യുമ്പോൾ സ്കിന്നിലോ ക്യൂട്ടിക്കിളിലോ ഒന്നും ആവാതെ പെർഫെക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കണം. ബേസ് കോട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം 60 seconds നമുക്ക് UV ലാമ്പിൻ്റെ അണ്ടറിൽ ഹീൽ ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ബേസ് കോട്ട് നല്ല രീതിക്ക് ഹീലായതിനു ശേഷം നമുക്ക് ജെൽ നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യാം. ഞാൻ എടുത്തതിലെ ഡാർക്കർ ഷെയ്ഡ് വെച്ചാണ് ഞാനിപ്പോൾ ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് കോട്ടിംഗ് ആയിട്ടാണ്, മൾട്ടിപ്പിൾ ലെയേഴ്സ് ആയിട്ടാണ് ജെൽ നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യുക. യൂഷ്വലി 3 to 4 ലെയേഴ്സ് നമുക്ക് അപ്ലൈ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 4 ലെയേഴ്സിലാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് വളരെ തിന്നായിട്ടാണ് ഇടേണ്ടത്. തിന്നായിട്ട് ഇട്ടതിന് ശേഷം 60 seconds UV ലാമ്പിൽ നമ്മൾ ഹീൽ ചെയ്യാൻ വെക്കണം. ഇങ്ങനെ 4 സ്റ്റെപ്പ് നമ്മൾ ചെയ്യണം. 4 ലെയറും ഓരോ ലെയർ ഇട്ടതിന് ശേഷം നമ്മൾ UV ലാമ്പിൻ്റെ അണ്ടറിൽ ഹീൽ ചെയ്യാൻ വെക്കണം. ഞാൻ ഓരോ പ്രാവശ്യം ഹീൽ ചെയ്യാൻ വെക്കുന്ന വീഡിയോയിൽ കാണിച്ചിട്ടില്ല. പക്ഷേ യൂഷ്വലി നമ്മൾ ഓരോ പ്രാവശ്യവും UV ലാമ്പിൻ്റെ അണ്ടറിൽ 60 seconds ഹീൽ ചെയ്യാൻ വെക്കണം. അതിനുശേഷം നമുക്ക് ഫ്രഞ്ച് നെയിൽസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്തേക്കുന്ന ലൈറ്റർ ജെൽ നെയിൽ പോളിഷ് എടുക്കാം. നമുക്ക് ഓരോ നെയിൽസിലും വളരെ ടൈം എടുത്ത് പതുക്കെ ഓരോ നെയിൽ ടിപ്പിലും നമുക്കത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കുറച്ച് പേഷ്യൻസോടെ ചെയ്യേണ്ട ഒരു സ്റ്റെപ്പാണിത്. ഈ സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ആർട്ടിസ്റ്റിക് ആവണം എന്നൊന്നുമില്ല. നമുക്ക് ടൈം എടുത്ത് പതുക്കെ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഇൻ കേസ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തെറ്റിപ്പോവുക, എന്തെങ്കിലും സ്കിന്നിലാവുക, ജെൽ നെയിൽ പോളിഷ് അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പോഴേ വൈപ്പ് ചെയ്യാൻ പറ്റും.
വൺസ് നമ്മൾ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ ജെൽ നെയിൽ പോളിഷ് നമുക്ക് റിമൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വരുള്ളൂ. അതിന് മുന്നേ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാലും ഇത് റിമൂവ് ചെയ്തിട്ട് റീഅപ്ലൈ ചെയ്യാൻ വളരെ ഈസിയാണ്. ഞാനിവിടെ ബ്രഷ് കൊണ്ട് നെയിലിൻ്റെ ടിപ്പിൽ പതുക്കെ ലൈൻ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. 2 ലെയറായിട്ടാണ് ഞാൻ ഈ പ്രോസസ്സ് ചെയ്യുന്നത്. ഓരോ ലെയറിന് ശേഷവും ഞാൻ UV ലാമ്പിൻ്റെ അണ്ടറിൽ ഹീൽ ചെയ്യാൻ വെക്കുന്നുണ്ട്. ഞാൻ വീഡിയോയിൽ അത് കാണിച്ചിട്ടില്ല. ഇനി ഫൈനൽ സ്റ്റെപ്പായിട്ടുള്ള ടോപ്പ് കോട്ട് അപ്ലൈ ചെയ്യാം. ടോപ്പ് കോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു സഫീഷ്യൻറ്റ് എമൗണ്ടിൽ വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ. കാരണം ടോപ്പ് കോട്ടാണ് നമ്മുടെ നെയിൽസിന് ആ ഒരു ഗ്ലോസി ഫീൽ കിട്ടുന്നത്. ആൻഡ് അപ്ലൈ ചെയ്യുമ്പോൾ ബ്രഷ് ഒരുപാട് പ്രസ് ചെയ്യരുത് നെയിൽസിൽ. ടോപ്പ് കോട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം 120 സെക്കൻഡ്സ് ആണ് UV ലാമ്പിൻ്റെ അണ്ടറിൽ ഹീൽ ചെയ്യാൻ വെക്കേണ്ടത്. ടോപ്പ് കോട്ടിന് മാത്രമേ നമ്മൾ 120 സെക്കൻഡ്സ് ഹീൽ ചെയ്യാൻ വെക്കേണ്ടുള്ളൂ. സോ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. ഐ ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഞാനിവിടെ യൂസ് ചെയ്ത എല്ലാ പ്രോഡക്ട്സും ഓൺലൈൻ പർച്ചേസ് ചെയ്താണ്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. സോ ഗൈസ്, അത്രയേ ഉള്ളൂ വീഡിയോ. സോ റിസൾട്ട് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്നേ ഉള്ളൂ. ഒരുപാട് റിസ്ക്കോ അല്ലെങ്കിൽ ഒരുപാട് ആർട്ടിസ്റ്റിക് ആവണം അങ്ങനെയൊന്നുമില്ല. വൺസ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഇറ്റ്സ് റിയലി സിമ്പിൾ. കാരണം ഞാനും ഒരു ബിഗിനറാണ്. ഞാനും ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം ചെയ്തപ്പോഴേ എനിക്ക് നല്ല ഔട്ട്കമാണ് കിട്ടിയത്. സോ ഇത്രയേ ഉള്ളൂ. ഐ ഹോപ്പ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.